ഗൈസ് വെൽക്കം ടു വ്ളോഗ്. അപ്പോൾ ഇന്നാണ് ശരിക്കും ഞാൻ 10 അവാർഡ് കിട്ടത്. ഇന്ന് നമ്മൾ അമ്മേൻ്റെ വീട്ടിൽ സെലിബ്രേഷനാണ്, ഓണ സെലിബ്രേഷനാണ്. എൻ്റെ സ്കൂളിലെങ്കിൽ ഇപ്പം ഞാൻ അമ്മേൻ്റെ വീട്ടിൽ സെലിബ്രേഷൻ ചെയ്യുമ്പോൾ ഒരു കൊമ്പും വെച്ചിട്ട് നിൽക്കുന്നുണ്ട്, അതിനൊക്കെ വെച്ചിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാൻ പോവാണ്. നമുക്ക് നേരെ എവിടേക്ക് പോവാം. ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ 10 മണിയായി. 9 മണിക്ക് എത്താൻ പറഞ്ഞാണ്. ഞങ്ങളാണ് ഏറ്റവും ലാസ്റ്റ് എത്തിയത്. ചെന്നപ്പോൾ തന്നെ ഷിപ്ചേട്ടൻ ഡൽഹിയും സാമ്പാറും കഴിക്കുവാണ്. ഇതാണ് ഞങ്ങളുടെ അച്ഛൻ്റെ വീട്. അവിടെ വെച്ചിട്ടായിരുന്നു പരിപാടി. ആദ്യം തന്നെ ഫോട്ടോ എടുക്കാൻ എല്ലാവരെയും പിടിച്ചു നിർത്തി. പൊന്നൂസിനെയൊന്നും വിളിച്ചിട്ട് വന്ന പോലും ഇല്ലായിരുന്നു. ലാസ്റ്റ് ഷിപ്ചേട്ടനെ എടുത്തുകൊണ്ട് നിന്നാണ് ഫോട്ടോ എടുത്തത്. അവളവിടെ ഇരുന്നില്ല. ഒരാളെ പിടിച്ചെടുത്ത് വരുമ്പോൾ അടുത്ത ആൾ എഴുന്നേറ്റ് പോകും. അങ്ങനെ പിള്ളേരെയൊന്നും പിടിച്ചിട്ട് കിട്ടണേ ഉണ്ടായിരുന്നില്ല. ഇതിലെൻ്റെ അച്ഛൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ഇല്ല, എന്നാലും വലിയച്ഛൻ്റെ ഒരു മോനില്ലായിരുന്നു. പുള്ളി ഡൽഹിയിലാണ്. അപ്പോൾ അവർക്ക് വരാൻ പറ്റില്ല, ലീവ് കിട്ടിയില്ല. പിന്നെ അച്ഛൻ്റെ ഒരു മൂത്ത ചേച്ചി ഫാമിലി, അവരും വന്നില്ല. ബാക്കി ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഇതുപോലെ ഇങ്ങനെ ഓണത്തിന് എല്ലാവരും കൂടി ഒത്തുകൂടുന്നത്, പരിപാടിയൊക്കെ നടത്തുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചെറിയ പിള്ളേരുടെ മിഠായി പെറുക്കലാണ് സ്റ്റാർട്ട് ചെയ്തത്. പൊന്നൂസ് പെറുക്കാനായിട്ട് ചെന്നപ്പോഴേക്കും കൺമണീനായിട്ട് തലമുട്ടി. പിന്നെ ആൾ കരച്ചിലായി. പൊന്നൂസ് അങ്ങനെ അതിൽ പെറുക്കിയില്ല, പിന്നെ കരച്ചിലായിരുന്നു. പൊന്നൂസ് രാവിലെ മൊത്തവും അലമ്പായിരുന്നു, വഴക്കൊക്കെ ആയിരുന്നു. ഉച്ച കഴിഞ്ഞായപ്പോഴാണ് പൊന്നൂസ് ആക്റ്റീവായത്. എന്നിട്ട് കുഞ്ഞാറ്റ പെറുക്കി പൊന്നൂസിനെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവിടെ പാട്ടൊക്കെ ഇട്ടേക്കണോണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കണം, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് കിട്ടുമല്ലോ. പിള്ളേരൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നത്. പൊന്നൂസൊക്കെ ജനിച്ചപ്പോഴേക്കും കൊറോണ സമയമായിരുന്നു. ഇങ്ങനത്തെ പരിപാടിയിലൊന്നും അങ്ങനെ പങ്കെടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് തന്നെ പൊന്നൂസ്. പിന്നെ അതിനുശേഷം കുഞ്ഞാറ്റയുടെയൊക്കെ മിഠായി പെറുക്കൽ വെച്ച്. അതിലും കുഞ്ഞാറ്റയുടെ ആര് ജയിച്ചെന്നറിയില്ല. കുഞ്ഞാറ്റയുടെ ആദ്യം മേടിച്ചുകൊണ്ടൊക്കെ പോകുന്നുണ്ട്. കുഞ്ഞാറ്റ ലാസ്റ്റ് തോക്കുമ്പോൾ കുഞ്ഞാറ്റക്ക് ഭയങ്കര സങ്കടമാണ്. ഇതൊരു കോമ്പറ്റീഷനായിട്ട് അങ്ങനെ വെച്ചൊന്നുമില്ല, ചുമ്മാ എല്ലാവരും കൂടിയപ്പോൾ ഒരു രസം അങ്ങനെയായിട്ട് വെച്ചത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ കസേര കളിയൊക്കെ ആയി. ഞങ്ങളെല്ലാവരും വലിയ പിള്ളേരും ഉണ്ട്. ഇത് ട്രയലാണ് കേട്ടോ. ലാസ്റ്റ് കുഞ്ഞാറ്റ തിരിച്ച് കയറി വന്ന് എൻ്റെ കസേരയിരുന്ന്. അപ്പോൾ ഇത് ട്രയലായ കാരണം പിന്നെ രണ്ടാമത് കളിക്കാൻ പറ്റി. അപ്പോൾ ഒന്നുകൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ആരാ പോകുന്നതെന്നാവും. ഇതൊക്കെ എൻ്റെ ചേച്ചിമാരും നാത്തൂന്മാരൊക്കെയാണ്. മറ്റേ ചേച്ചിയുടെ മക്കളൊക്കെയാണ് കേട്ടോ. അത് കുറേ നേരമായിട്ട് അങ്ങനെ ഞങ്ങൾ ഓടിക്കുന്നുണ്ട് അവർ പാട്ടൊക്കെ വെച്ച്. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ രേഷ്മക്ക് ഔട്ടായിട്ടുണ്ട്.
കുഞ്ഞാറ്റ അങ്ങനെ ലാസ്റ്റ് റൗണ്ട് വരെ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് കുഞ്ഞാറ്റ ജയിച്ചെന്നാണ് എല്ലാവരും പറയുന്നത്. കുഞ്ഞാറ്റ തിരിച്ചു വന്നിരുന്നതാണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാട്ടാ, കുറേ ഇട്ട് ഓടുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് വരെ എത്തിയിട്ടുണ്ട് കുഞ്ഞാറ്റ. കുഞ്ഞാറ്റയും അക്കയും കൂടി അങ്ങനെ വാശിയേറിയ മത്സരത്തിലാണ്. ലാസ്റ്റ് കുറേ നേരമായിട്ട് അവരൊക്കെ ഇറക്കണുണ്ട്. ലാസ്റ്റ് കണ്ട കുഞ്ഞാറ്റ ചാടി തിരിച്ചു വന്നിരുന്ന്. അങ്ങനെ അത് കുഞ്ഞാറ്റൊക്കെ ഫസ്റ്റ് ഒന്നാക്കി അവർ. ആണുങ്ങളുടെ കസേരകളിൽ ഇറങ്ങാൻ പോണേണെങ്കിൽ ശുഭിച്ചേട്ടനൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. പൊന്നുസുര അവിടെയാണ് 7up എന്നാണ്ടൊക്കെ കുടിക്കണുണ്ട്. പിന്നെ ഒന്ന് തുടങ്ങിയിട്ടുണ്ട് ആണുങ്ങളുടെ കസേരകളിൽ. എല്ലാവരും നല്ല വാശിയേറിയ മത്സരത്തിനായിട്ട് ഇങ്ങനെ ഓടാൻ പറഞ്ഞിട്ട് നടന്നുകൊണ്ടിരിക്കുവാണ് ആൾക്കാർ. ഗൈസ്, പിന്നെ ഞങ്ങളോട് എപ്പോഴും ഇവർ ഓടാൻ പറയും. ഇവർ ഞങ്ങളെക്കാട്ടും കുറവാണ് ഓടുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ആരാ പോയെന്ന് കണ്ടില്ല. എന്തായാലും ഓണാഘോഷ പരിപാടി അടിപൊളിയായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്ന് എല്ലാവരും ഒരേ കമൻ്റൊക്കെ പറയുന്നുണ്ട് മൈക്കിൽ കൂടി. ഒക്കെ കേൾക്കാൻ നല്ല രസമാണ്. പിന്നെ പാട്ടും കൂടി ഇട്ടേക്കണോണ്ടാണ് പിന്നെ വോയിസ് കൊടുത്തത്. ഇവരൊന്നും ഓടാൻ പറഞ്ഞിട്ട് ഓടല്ല. അതേ ശിവചേട്ടൻ 2ാമത്തെ റൗണ്ടിൽ ഔട്ടായി. അവൻ്റെ മടി കയറിയായിരുന്നത്. അങ്ങനെ മത്സരം തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. വിച്ചു മാമനും ഉണ്ണിമാമനും ലാസ്റ്റും ഫൈനൽ റൗണ്ട് വരെ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ആരാ ജയിക്കണേന്. അനിയനും ചേട്ടനും തമ്മിലുള്ള വാശിയേറിയ മത്സരമാണ് ഗൈസ്.
അപ്പോൾ ഗൈസ് ജയിച്ചിരിക്കുന്നത് അനിയനാണ്, ഉണ്ണിമാമനാണ് ജയിച്ചിരിക്കുന്നത്. അടുത്തത് അമ്പിമാപ്പൻ്റെയും അവരുടെയൊക്കെ തൊപ്പി മാറ്റമാണ്. ഞാൻ ഫസ്റ്റ് തന്നെ തോറ്റു. ലാസ്റ്റ് ആൻറ്റിയും വല്യമ്മയും തമ്മിലുള്ള വാശിയേറ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിൽ ആൻറ്റി ജയിച്ച്, വല്യമ്മ തോറ്റി. അടുത്തത് ഞങ്ങളുടെ തൊപ്പികൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അതിലും ഉണ്ട് കുഞ്ഞാറ്റ അപ്പുറത്തായിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ തോക്കായിരിക്കും, തോറ്റും. ഇപ്പോൾ തോക്കും ഗൈസ്. ഞാൻ എന്നെ രേഷ്മയിലും തോപ്പിച്ചു ഗൈസ്. ഞാൻ പോയി ആദ്യം തന്നെ പോയപ്പോൾ എൻ്റെ അപ്പന്മാരാ തോക്കണെന്ന് മറന്നുപോയി. അടുത്ത തന്നെ ശ്രീകുട്ടി പോവും. ശ്രീകുട്ടി ചേച്ചി പോയി.
ഗൈസ്, അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ടിൽ സുജിത മാമിയും രമ്യ വല്യമ്മയും കൂടി വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് രമ്യ വല്യമ്മയായിരുന്നു ജയിച്ചതെന്നാണ്. രമ്യ വല്യമ്മ ജയിച്ചിരിക്കണം ഗൈസ്. ഫുഡിൻ്റെ ടൈമായി. എന്നിട്ട് എന്താണ് കഴിക്കണം? എന്തൊക്കെയാണ് വിഭവങ്ങൾ? എന്തൊക്കെയാണ്? ഒരു മാമ മാറ്റി കൊടുക്കണം. അതൊക്കെ തലേ ദിവസം കഴിച്ചെല്ലാവരും മറ്റിരിക്കുന്നതാണ്. ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി അടുത്ത്
അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് കുപ്പിയിൽ വെള്ളം നിറക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ. എല്ലാവരും നല്ല തക്കതായിട്ട് ഓടുന്നുണ്ട്. ഇതിലും തിമ്മിയാക്ക തന്നെയാണ് വിജയിക്കുന്നത്. ഗൈസ് അങ്ങനെ ഫൈനലി എൻ്റെ ചേച്ചിൻ്റെയും ശ്രീക്കുട്ടി ചേച്ചിൻ്റെയും ഒക്കെ കളി വന്നിരിക്കുകയാണ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ എൻ്റെ പകുതി എത്തുമ്പോഴേക്കും വെള്ളം പോകുന്നുണ്ട്. എൻ്റെ കൈ ചെറുതായി കൊണ്ടൊന്നും തോന്നുന്നു, പക്ഷെ അതിൻ്റെ ഔട്ടൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. കുഞ്ഞാറ്റക്ക് തീരെ വെള്ളം കിട്ടുന്നില്ല. കുഞ്ഞാറ്റ അതിന് ദേഷ്യപ്പെട്ടൊക്കെ നിൽക്കണേണ്. കുഞ്ഞാറ്റ കുപ്പിയുടെ അടുത്ത് എത്തുമ്പോഴേക്കും കൈ കാലിയാവും. കുപ്പിയിൽ വെള്ളം നിറക്കലോടുകൂടി മത്സരങ്ങൾ ഇങ്ങനെ പുറത്തുള്ള മത്സരങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഡഫ് മാഷ് കളിക്കൽ അന്താക്ഷരി കളിക്കലൊക്കെ ആയിരുന്നു. ഞങ്ങൾ പിന്നെ 7 മണിയായപ്പോഴേക്കും ഞങ്ങൾ പോന്നു. ഷിപ്സേനെ പിറ്റേ ദിവസം അമ്പലത്തിൽ കയറേണ്ടതുകൊണ്ട് ഞങ്ങൾ അന്ന് തന്നെ ഇങ്ങോട്ട് തൃശ്ശൂർക്ക് പോന്നു. കുഞ്ഞാറ്റെന്നെ വിളിച്ചിട്ട് വരുന്നില്ലായിരുന്നു, തീരെ താല്പര്യമില്ലായിരുന്നു. എന്നാലും പോന്നല്ലേ പറ്റൂ. എനിക്കും താല്പര്യമൊന്നും ഇല്ലായിരുന്നു, അങ്ങനെ ഞങ്ങൾ പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടിട്ടുള്ള ബെല്ലൈക്കൺ അമർത്തരുത്. എല്ലാവർക്കും ബൈ ബൈ.